കുക്കിംഗ് ഫോർമുലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്, മറിച്ച് ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സിൻ്റെ റിവ്യൂമായിട്ടാണ്. അപ്പോൾ അത് വാങ്ങിയിട്ട് കുറച്ച് നാളായി, ഉപയോഗിച്ച് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ കൂടെ പറയാമെന്ന് കരുതിയിട്ടാണ് ഇത്രയും ലേറ്റ് ആയത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ 2 ദിവസം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുള്ള 3 ഐറ്റംസാണ്. പിന്നെ ഒരെണ്ണം ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അത് അടുത്ത ദിവസമാണ് ഡെലിവറി ചെയ്തത്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ പ്രോഡക്ട്സ് നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. ആദ്യത്തെ പ്രോഡക്റ്റ് ഒരു 3 പീസ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ നൈഫ് സെറ്റാണ്. മൾട്ടി കളേർഡ് ആയിട്ടുള്ള 3 എണ്ണമാണ് ഇതിൽ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ ഒരു ഫിനിഷിംഗ് ഒക്കെ കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. ആദ്യത്തേത് ഒരു റെഡ് കളറാണ്. പിന്നെ ഉള്ളത് 2 എണ്ണം ഒരു ഗ്രീനും ബ്ലൂവും ആണ്. എല്ലാം ഒരേ സൈസിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഞാനിത് കുറേ നാളായിട്ട് ഇങ്ങനെ കാർട്ടിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് അറിയാത്തതുകൊണ്ടാണ് വാങ്ങിയിരുന്നത്. അപ്പോൾ റിവ്യൂസൊക്കെ നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് തോന്നിയിട്ടാണ് വാങ്ങിയത്. ഇപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് 571 റുപ്പീസാണ്. ഞാനിത് വാങ്ങുമ്പോൾ റേറ്റിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. റേറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ദിവസം വ്യത്യാസങ്ങൾ വരും. ഞാൻ ഈ റെഡാണ് യൂസ് ചെയ്ത് തുടങ്ങിയത്. അത്യാവശ്യം മൂർച്ചയുണ്ട്. നമുക്ക് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാൻ ധാരാളമാണ്. ഇതിൻ്റെ 2 എൻഡിലും നല്ല മൂർച്ചയുണ്ട്. മിഡിലിലെ ആ പോർഷനിലാണ് കുറച്ച് മൂർച്ച കുറവായിട്ട് എനിക്ക് തോന്നിയത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാനത് ധാരാളമാണ്. ഇനി രണ്ടാമത്തെ പ്രോഡക്റ്റ് നമുക്കൊന്ന് നോക്കാം. അടുത്ത നമ്മുടെ പ്രോഡക്റ്റ് വരുന്നത് ഒരു കുക്കിംഗ് ഓയിൽ ഡിസ്പെൻസറാണ്. ഏകദേശം ഒരു 640 ml കപ്പാസിറ്റി വരുന്ന ഒരു ഫെമോറ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പ്രോഡക്റ്റാണിത്. അപ്പോൾ ഗ്ലാസ്സാണിത്, കണ്ടില്ലേ? ഇതേപോലെ ഇതിൻ്റെ നല്ല ലിഡൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്ക് എടുക്കാനും ഓയിൽ ഫില്ല് ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ്. ഇതേപോലെ കിച്ചൺ കൗണ്ടർ ടോപ്പിലൊക്കെ ഇത് വെച്ചാലും കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു നോസിലിൻ്റെ അവിടെ ഇതേപോലെ ക്ലോസ് ചെയ്യാനായിട്ട് ഒരു സിലിക്കോണിൻ്റെ ലിഡുണ്ട്. അപ്പോൾ നമുക്ക് ഓയിലൊക്കെ എടുത്ത ശേഷം ഇതുപോലെ ക്ലോസ് ചെയ്ത് വെക്കാം. കിച്ചൺ കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ചാൽ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ മെഷർമെൻറ്റൊക്കെ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലൊരു 1/2 ലിറ്ററും കുറച്ചും കൂടെ ഫില്ല് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. നമ്മളിതിൽ ഡെയിലി യൂസ് ചെയ്യുന്ന ഏത് ഓയിലാണോ അത് നമുക്ക് ഫില്ല് ചെയ്ത് വെക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് ഈ ലിഡ് ഇങ്ങനെ റിമൂവ് ചെയ്തിട്ട് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഒട്ടും പുറത്തേക്ക് വരികയോ ലീക്ക് ചെയ്യുകയോ ഒന്നുമില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ എനിക്ക് ഇതിൽ ചെറിയൊരു പ്രശ്നം തോന്നിയത്, നമ്മൾ വെളിച്ചെണ്ണ ആയാലും ഏത് ഓയിലായാലും അടുപ്പിച്ച് ഒരു 3-4 പ്രാവശ്യം എടുത്തു കഴിയുമ്പോൾ ഈ സിലിക്കോണിൻ്റെ ലിഡ് പതുക്കെ സ്ലിപ്പായിട്ട് പുറത്തേക്ക് വരും. അതായത് ആ ഓയിലിൻ്റെ അംശം അവിടെ പറ്റിപ്പിടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇത് പുറത്തേക്ക് വരും. ഇതിപ്പോൾ ഒരു പ്രാവശ്യം ഒഴിച്ചതുകൊണ്ട് കുഴപ്പമില്ല. ഒരു 3-4 പ്രാവശ്യമൊക്കെ എടുത്തു കഴിയുമ്പോൾ അതിങ്ങനെ സ്ലിപ്പായി തെറിച്ച് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് പതുക്കെ ഒന്ന് തുടച്ചിട്ട് വെച്ച് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് 748 റുപ്പീസാണ്. അടുത്തതും ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണിത്. ഇതൊരു ബ്രാസ് യൂട്ടിലിറ്റി കണ്ടെയ്നറാണ്. ഏകദേശം ഒരു 230 ml കപ്പാസിറ്റി വരുന്ന ഒരു കണ്ടെയ്നറാണിത്. ഇതൊരു ഗീ പോട്ട് കണ്ടെയ്നറായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് കിച്ചൺ കൗണ്ടർ ടോപ്പിലൊക്കെ വയ്ക്കാൻ നല്ല ഭംഗിയാണ്. ബ്രാസിൻ്റെ ഫിനിഷിങ്ങോട് കൂടി വരുന്നതുകൊണ്ട് തന്നെ കാണാനും നല്ല ഭംഗിയാണ്. അതുകൊണ്ട് തന്നെ റേറ്റും ഒരല്പം കൂടുതലാണ്. 1230 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് കുറേ നാളായിട്ട് ഞാനിങ്ങനെ നോക്കി വെച്ചിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതേപോലെ ഗീ ഒക്കെ ഒഴിച്ചിട്ട്, ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗീ ആണ്. അപ്പോൾ ഗീ ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതേപോലെ ഇതിൻ്റെ ഉള്ളിൽ ഒഴിച്ച് വെക്കാം. അപ്പോൾ ഈ ഒരു ചെറിയൊരു സ്പൂൺ ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. നമുക്കിങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് പെട്ടെന്നെടുത്ത് യൂസ് ചെയ്യാം. പിന്നെ കൗണ്ടർ ടോപ്പിലിരിക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയുമാണ് കാണാനായിട്ട്. അടുത്തത് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഒരു ഐറ്റമാണ്. ഇതൊരു മൾട്ടിപർപ്പസ് മെറ്റൽ സ്റ്റോറേജ് ഓർഗനൈസറാണ്. വിത്ത് ഹാൻഡിലാണ് വന്നിരിക്കുന്നത്. ബ്ലാക്ക് കളറിലാണ് വന്നിട്ടുള്ളത്. കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇതൊരു ഫ്രൂട്ട് ബാസ്ക്കറ്റായിട്ടോ വെജിറ്റബിൾ ബാസ്ക്കറ്റായിട്ടോ അല്ലെങ്കിൽ കിച്ചണിലും ഡൈനിങ് ടേബിളിലൊക്കെ എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കുക. കാണാൻ ഭംഗിയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കിച്ചണിലൊക്കെ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ തന്നെ വയ്ക്കാം. അല്ലെങ്കിൽ ഉള്ളിലെടുത്തിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം.
അപ്പോൾ ഞാനിതിൽ കിച്ചൺ പ്രൊവിഷനൊക്കെയാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇതേപോലെ അരി, പരിപ്പ് എന്ന് വെച്ചാൽ വലിയ പാക്കറ്റൊന്നും നമുക്ക് പറ്റില്ല. അത്യാവശ്യം 1 കിലോയുടെ പാക്കറ്റ്സൊക്കെ നമുക്ക് ചെറിയ മഞ്ഞൾപ്പൊടി, മുളക് പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സ്റ്റോർ ചെയ്യാനായിട്ട് മേടിച്ചിട്ട് ബാക്കി വരുന്നത് നമ്മൾ ബോക്സിലും ബോട്ടിലൊക്കെ ആക്കിയ ശേഷം ബാക്കി പൊട്ടിക്കാത്ത പാക്കറ്റ്സൊക്കെ സ്റ്റോർ ചെയ്യാനൊക്കെ വളരെ നല്ലതാണ്. ഇത് നമുക്ക് ഉള്ളതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. കാണാനും നല്ല ഭംഗിയാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 749 റുപ്പീസാണ്. ഇത് 25x25x18 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ഡയമെൻഷൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്